ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ID കാർഡിൽ മൊബൈൽ നമ്പർ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പേജിൽ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ലോഗിൻ ആൻഡ് സൈൻ അപ്പ് എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ലോഗിൻ എന്നുള്ള ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ആ ഒരു താഴെയുള്ള കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പേജിൽ ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ മുകൾ ഭാഗത്ത് ഇതുപോലെ നമ്മുടെ പേര് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ശേഷം ഇവിടെ നമുക്ക് കറക്ഷൻ ഓഫ് എൻട്രീസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിന് താഴെയായിട്ട് ഫിൽ ഫോം 8 എന്നുള്ളൊരു ടാബ് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ ഒരു ടാബിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവിടെ നമുക്ക് അപ്ലിക്കേഷൻ ഫോർ സെൽഫ് അതർ എറക്ടർ എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമ്മുടെ സ്വന്തം ഡീറ്റെയിൽസ്, അതായത് രജിസ്റ്റർ ചെയ്ത വ്യക്തിയുടെ തന്നെ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാനാണ് വേണ്ടതെങ്കിൽ സെൽഫ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ല മറ്റൊരാളുടെയാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ അതർ എലക്ടർ എന്നുള്ളതും സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എൻ്റെ സ്വന്തം തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സെൽഫ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം താഴെ എപ്പിക് നമ്പർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ വോട്ടർ ID കാർഡ് നമ്പർ നിങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. വോട്ടർ ID കാർഡ് നമ്പർ തന്നെയാണ് എപ്പിക് നമ്പർ എന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ താഴെയുള്ള സബ്മിറ്റ് എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ആ ഒരു വോട്ടർ ID കാർഡ് ഉടമയുടെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. അതിന് താഴെയായിട്ട് ഓക്കെ എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ നിങ്ങൾ ആ ഓക്കെ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.